IPL കിരീടം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്. ക്രിക്കറ്റ് രാജാവ് വിരാട് കോഹ്ലിക്ക് ആദ്യ കിരീടമാണ് IPL-ൽ. ശ്രേയസ് അയ്യർ കഴിഞ്ഞ തവണ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ചാമ്പ്യന്മാരാക്കിയെങ്കിൽ ഇത്തവണ പഞ്ചാബിനെ ഫൈനലിൽ വരെ എത്തിച്ചു. പക്ഷേ കിരീടത്തിലേക്ക് എത്താൻ ശ്രേയസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. വീണ്ടും ഒരു ഫൈനൽ കൂടി നഷ്ടമാവുകയാണ് പഞ്ചാബിന്. ഫൈനലിൽ പഞ്ചാബിനെ മറികടന്ന് വിരാട് കോഹ്ലിയുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആദ്യമായി IPL-ൽ ചാമ്പ്യന്മാരാകുന്നു. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആദ്യമായിട്ടാണ് IPL-ൽ ഒരു കിരീടം സ്വന്തമാക്കുന്നത്. IPL ചരിത്രത്തിൽ ഇന്നോളം കിരീടം നേടിയിട്ടില്ലാത്തൊരു സംഘം ഇന്ന് ചാമ്പ്യന്മാരാകുമെന്ന് ഉറപ്പായിരുന്നുവെങ്കിൽ പോലും വിരാട് കോഹ്ലി എന്നുള്ള അതുല്യ ക്രിക്കറ്റ് പ്രതിഭയ്ക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച വിരാട് കോഹ്ലി അത് IPL-ൽ അദ്ദേഹത്തിന് റോയൽ ചലഞ്ചേഴ്സ് ടീം നൽകുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമായിരിക്കും ഈ ജയം. 18ാം IPL കിരീടം അത് റോയൽ ചലഞ്ചേഴ്സ് RCB സ്വന്തമാക്കുകയാണ്. വമ്പൻ ടീമാണ്, എപ്പോഴും താരനിര കൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള സംഘമാണ്. പക്ഷേ ഒരിക്കൽ പോലും കിരീടത്തിലേക്ക് എത്തുക എന്നുള്ളത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് എപ്പോഴും അത് കീറാമുട്ടിയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ കീറാമുട്ടി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇതാ രജത് പട്ടീദാർ എന്ന ക്യാപ്റ്റനിലൂടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മറികടന്നിരിക്കുന്നു. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ആ മനോഹരമായിട്ടുള്ള മുന്നേറ്റം 2009-ലും 2011-ലും 2017-ലും കിരീടത്തിന് തൊട്ടരികെ എത്തിയ ശേഷമായിരുന്നു RCB ഫൈനലിൽ തോറ്റതെങ്കിൽ ഇത്തവണ 2025-ൽ ഈ 4ാമത്തെ ഫൈനലിൽ അവർ കിരീടം സ്വന്തമാക്കി. 4ാമത്തെ ഫൈനലിൽ ശ്രേയസ് അയ്യർ നയിച്ച പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തിയാണ് അവരുടെ കിരീട നേട്ടം. ഓർക്കുക, ആദ്യ ക്വാളിഫയറിൽ ഇതേ മത്സരം തന്നെ ആവർത്തനം എന്ന് വിശേഷിപ്പിക്കാം. അന്നും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ജയിച്ചു, പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചു. വീണ്ടും പഞ്ചാബ് കിങ്സ് ലീഗ് ഘട്ടത്തിൽ 1ാം സ്ഥാനക്കാരായിരുന്നു. പക്ഷേ അവർക്ക് കിരീടത്തിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. 9 വിക്കറ്റ് നഷ്ടത്തിൽ 190 റൺസാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആദ്യം നേടിയതെങ്കിൽ പഞ്ചാബ് കിങ്സിന് 7 വിക്കറ്റ് നഷ്ടത്തിൽ 184 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. അതായത് 6 റൺസിന്റെ ജയമാണ് വിരാട് കോഹ്ലിയുടെ സംഘം സ്വന്തമാക്കിയത് ഇന്ന് പഞ്ചാബ് കിങ്സിനെതിരെ. കൈൽ ജാമിസണും ശശാങ്ക് സിംഗ് 61 റൺസുമായി ക്രീസിൽ പുറത്താകാതെ നിന്നു. പക്ഷേ അപ്പോഴും 6 റൺസിന്റെ കുറവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. IPL കിരീടം അങ്ങനെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലേക്ക് എത്തുകയാണ്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് ആദ്യമായി IPL ട്രോഫി എത്തുന്നു. എല്ലാ കാലത്തും ടൂർണമെന്റിന്റെ ഗ്ലാമറിലും ടൂർണമെന്റിന്റെ മികവിലുമൊക്കെ ശ്രദ്ധേയമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ആരാധകർ. ആ ആരാധകർക്ക് ആദ്യമായി ആഹ്ലാദിക്കാനുള്ള ഭാഗ്യമൊരുക്കുകയാണ് ഇത്തവണ രജത് പട്ടീദാറും സംഘവും. വിരാട് കോഹ്ലിക്ക് ആദ്യമായി IPL കിരീടം സ്വന്തമാകുന്നു. IPL കിരീടം സ്വന്തമാകാത്ത ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരേ ഒരു ഇതിഹാസം അത് വിരാട് കോഹ്ലി മാത്രമായിരുന്നു. ആ കുറവും വിരാട് കോഹ്ലിക്ക് വേണ്ടി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇത്തവണ മറികടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ IPL-ൽ ചാമ്പ്യന്മാർ പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചത് 6 റൺസിന് 18 സീസണുകൾ വേണ്ടി വന്നു RCBക്ക് കിരീട നേട്ടത്തിലേക്ക് എത്താൻ. 18ാമത്തെ സീസണിൽ IPL അതിന്റെ 18ാം മധുരത്തിലേക്ക് എത്തിയ സീസണിൽ തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കിരീട നേട്ടം ആഘോഷിക്കുകയാണ്. ബാംഗ്ലൂർ അവരുടെ കരുത്തുറ്റ കോട്ടയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ആരാധകരാലും ശ്രദ്ധേയമാണ്, സമ്പന്നമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ആരാധക വൃന്ദം. ആ ആരാധകരുടെ ആഘോഷമാണ് ഇപ്പോൾ കാണുന്നത്. ഫാൻ പാർക്കുകളിൽ വിരാട് കോഹ്ലിക്കും RCBക്കും ആവേശം മുഴക്കിക്കൊണ്ടുള്ള രസകരമായിട്ടുള്ള മുഹൂർത്തം നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാലും മനോഹരമായിട്ടൊരു ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചത് പക്ഷേ കൃണാൽ പാണ്ഡ്യ ആയിരിക്കും. കൃണാൽ പാണ്ഡ്യയുടെ 2 വിക്കറ്റ് നേട്ടം അത് വളരെ ശ്രദ്ധേയമാണ്. പഞ്ചാബ് കിങ്സിന്റെ ബാറ്റർമാരെ പിടിച്ചുകെട്ടുന്നതിൽ 4 ഓവറിൽ 17 റൺസ് മാത്രം വഴങ്ങിയാണ് കൃണാൽ പാണ്ഡ്യ 2 വിക്കറ്റ് വീഴ്ത്തിയത്. ആ 2 വിക്കറ്റുകളാണ് മത്സരത്തിൽ ഏറ്റവും നിർണായകമായത്. കൃണാൽ പാണ്ഡ്യ വീഴ്ത്തിയ വിക്കറ്റുകൾ അത് ഓപ്പണർ പ്രഭ്സിമ്രൻ സിംഗിന്റേതാണ്. 26 റൺസ് എടുത്തു നിൽക്കെ ഒരു സ്ലോ ബോൾ നൽകി കൃണാൽ പാണ്ഡ്യ വിക്കറ്റ് ആദ്യം സ്വന്തമാക്കുന്നു. തൊട്ടു പിന്നാലെ ഏറ്റവും ഫോമിലുണ്ടായിരുന്ന ജോഷ് ഇംഗ്ലീഷിനെ കഴിഞ്ഞ കളിയിൽ നമുക്കറിയാം മുംബൈ ഇന്ത്യൻസിന്റെ ഏറ്റവും ക്വാളിറ്റി ബോളറായിട്ടുള്ള ഇന്ത്യൻ ടീമിലെ ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ബോളറായിട്ടുള്ള ജസ്പ്രീത് ബുംറയെ 1 ഓവറിൽ 20 റൺസ് പായിച്ച് ആ മത്സരത്തിന്റെ കളി തിരിച്ചുവിട്ട ജോഷ് ഇംഗ്ലീഷിനെ ഇന്ന് 39 റൺസ് എടുത്ത ഫോമിലായിരുന്നു അദ്ദേഹം. 23 പന്തിൽ 39 റൺസ് എടുത്ത് നിൽക്കുകയാണ് കൃണാൽ പാണ്ഡ്യ അടുത്ത വിക്കറ്റ് നേടുന്നത്. ഈ 2 വിക്കറ്റ് നേട്ടങ്ങളാണ് ഈ മത്സരത്തിൽ നിർണായകമായത് എന്ന് വേണം പറയാൻ. ശശാങ്ക് സിംഗിന്റെ ഒറ്റയാൾ പോരാട്ടത്തിന് ഒരു ഫലം നേടാനായില്ല. 39 റൺസ് എടുത്ത ജോഷ് ഇംഗ്ലീഷിനും പ്രിയാൻഷ് ആര്യ 24 റൺസ്, പ്രഭ്സിമ്രൻ സിംഗ് 26 റൺസ്, ഇവർക്കും ഒന്നും പഞ്ചാബ് കിങ്സിനെയോ പ്രീതി സിന്ധ്യയുടെ കിരീടമോഹങ്ങളെയോ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല.
സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം പഞ്ചാബ് ആരാധകരെ സംബന്ധിച്ച്. കിരീടം ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്, ബംഗളൂരുവിലേക്ക് എത്തുകയാണ്. IPL കിരീടം അതാദ്യമായി 18ാമത്തെ സീസണിൽ ആദ്യ സീസൺ മുതൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ അവിഭാജ്യ ഘടകമായിട്ടുള്ള വിരാട് കോഹ്ലിക്ക് ഈ തവണ ആ കിരീട നേട്ടത്തിലൂടെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമായി മാറുന്നു ഇന്നത്തെ മത്സരം. അഹമ്മദാബാദിൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ പഞ്ചാബിന്റെ രാജാക്കന്മാരെ തോൽപ്പിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അങ്ങനെ IPL-ൽ ചാമ്പ്യന്മാരായിരിക്കുന്നു. IPL-ന് പുതിയൊരു അവകാശി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ട കാര്യം. ഇതുവരെയും IPL നേടിയ ടീമുകളുടെ ലിസ്റ്റിൽ പെടാത്തവരായിരുന്നു ഇത്തവണത്തെ ഫൈനലിസ്റ്റുകൾ. പഞ്ചാബ് കിങ്സ് 3ാമത്തെ IPL ഫൈനൽ കളിക്കുന്നുവെങ്കിൽ ഇത് 4ാമത്തെ IPL ഫൈനലായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അങ്ങനെ 4ാമത്തെ ഫൈനലിൽ കിരീടത്തിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞു. ആദ്യം ബാറ്റ് ചെയ്ത റോയൽ ചലഞ്ചേഴ്സിന്റെ പ്രകടനം 190 റൺസ് എന്നുള്ളത് അത്രമാത്രം മികച്ച ടോട്ടൽ ആയിരുന്നു എന്നുള്ളത് സംശയകരമായിരുന്നു. പ്രത്യേകിച്ചും 190 റൺസ് എന്നുള്ള വിജയലക്ഷ്യത്തിലേക്ക് എത്തുക അനായാസമായി തോന്നി ഫൈനലിനെ സംബന്ധിച്ച്. കാരണം ആ സ്റ്റേഡിയത്തിൽ നടന്ന കഴിഞ്ഞ മത്സരങ്ങൾ നോക്കുമ്പോൾ 20-30 റൺസോ കുറവായിരുന്നു ആ ടോട്ടൽ എന്ന് സംശയിച്ചവരാണ് ഭൂരിഭാഗവും. പക്ഷേ വളരെ കൃത്യമായി ബാറ്റർമാരെ പിടിച്ചുകെട്ടിയ ബോളിംഗ് പ്രകടനമാണ് ഇപ്പോൾ റോയൽ ചലഞ്ചേഴ്സിന് ജയമൊരുക്കുന്നത്. ഹരികൃഷ്ണൻ കൂടി ചേരുന്നു. ഹരി, ഈ 191 എന്നുള്ളത് അത്ര വലിയ ടോട്ടൽ ആയിരുന്നില്ല, പ്രത്യേകിച്ചും ആ സ്റ്റേഡിയത്തിലെ സാഹചര്യങ്ങൾ, കഴിഞ്ഞ മത്സരങ്ങളിലെ പ്രകടനമൊക്കെ നോക്കുമ്പോൾ. എന്നിട്ടും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് പഞ്ചാബിന്റെ ബാറ്റർമാരെ ഇത്രമാത്രം പിടിച്ചു നിർത്താൻ സാധിച്ചത് എങ്ങനെ? എൽദോ, തീർച്ചയായും 190 എന്നൊരു ഭീകരമായ ടോട്ടലേ ആയിരുന്നില്ല. കാരണം നമ്മൾ ക്വാളിഫയർ 2-ൽ കണ്ടതാണ്, മുംബൈ 203 ഹോസ്റ്റ് ചെയ്തത് പോലും പഞ്ചാബിന് അനായാസമായി ഒരു ഓവർ ബാക്കി നിർത്തി ജയിക്കാൻ സാധിച്ചു. പക്ഷേ കൃത്യമായി പറഞ്ഞാൽ പഞ്ചാബിന്റെ ബാറ്റിംഗ്, അതായത് രണ്ടാം ഇന്നിംഗ്സ് നമ്മൾ കാണുന്ന സമയത്തൊക്കെ തന്നെ ഓവർ ഡിഫൻസീവ് ആയിരുന്നു പഞ്ചാബ് എന്നുള്ളത് തന്നെയാണ്. കാരണം അവരുടെ കയ്യിൽ മത്സരം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഓപ്പണേഴ്സിൽ, അല്ലെങ്കിൽ ഓപ്പണർമാരെ പ്രിയൻ ഷാരിയും പ്രഭ്സിമ്രൻ ഉപയോഗിച്ച പന്തുകളുടെ എണ്ണം, അതേപോലെ തന്നെ നിഹാൽ വധേറ, ഈ രണ്ട് പ്ലേയേഴ്സും യൂസ് ചെയ്ത പന്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് കുറച്ച് അധികം തന്നെയായിരുന്നു. അവസാനം ജയിക്കാമായിരുന്നു എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ചിലപ്പോൾ പഞ്ചാബിന്റെ ബാറ്റർമാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുത തന്നെയായിട്ട് അവരുടെ ബാറ്റിംഗ് സമയത്ത് തോന്നിയിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ പിന്നാലെ പ്രിയൻ ഷാരിയെ പുറത്തായതിന് പിന്നാലെ പ്രഭ്സിമ്രനും ആക്രമിച്ച് കളിക്കാൻ സാധിച്ചില്ല. ശ്രേയസ് അയ്യർ എന്നവരുടെ ക്യാപ്റ്റൻ 1 റൺ എടുത്തുകൊണ്ട് പോയി. കഴിഞ്ഞ മത്സരത്തിൽ 87 റൺ നേടിക്കൊടുത്ത് പഞ്ചാബിനെ ഫൈനലിലേക്ക് എത്തിച്ച താരം 1 റണ്ണിന് പുറത്താകുന്നു. അങ്ങനെ മാർക്കസ് സ്റ്റോയിനിസ് ആദ്യത്തെ പന്ത് 6 നേടിക്കൊണ്ട് രണ്ടാമത്തെ പന്തിൽ പുറത്താകുന്നു. പക്ഷേ ഏറ്റവും എടുത്ത് പറയേണ്ടത് ബാംഗ്ലൂരിന്റെ മിഡിൽ ഓവേഴ്സ് അവർ പന്തെറിഞ്ഞത് തന്നെയാണ്. അത് നിസ്സംശയം പറയാം. കാരണം ആ പവർ പ്ലേയിൽ തന്നെ അധികം റൺസ് വിട്ടുകൊടുക്കാതെ കളിച്ചു. ഒരു ഘട്ടത്തിലെത്തി നിന്നപ്പോഴേക്കും RCBയും പഞ്ചാബും ഒരേ റൺ സ്കോറിംഗ് എന്ന രീതിയിൽ ഒരു 10 ഓവറൊക്കെ ആയപ്പോഴെത്തി. പക്ഷേ കൃണാൽ പാണ്ഡ്യ 4 ഓവറിൽ നിന്നും 2 വിക്കറ്റുകൾ നേടിക്കൊണ്ട് 17 റൺസ് മാത്രം വിട്ടുകൊടുത്തു എന്നുള്ളത് തീർച്ചയായും പഞ്ചാബിനെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു കൃണാൽ പാണ്ഡ്യ എന്ന് പറയേണ്ടി വരും. അവർ ആ സ്പിൻ അറ്റാക്ക് കൃത്യമായി പാണ്ഡ്യയെ യൂസ് ചെയ്തുകൊണ്ട്, അതും 17 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് മത്സരം കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അവസാനം ശശാങ്ക് സിംഗ് കളിച്ചെങ്കിൽ പോലും, പക്ഷെ അതൊക്കെ മത്സരം കൈവിട്ട് പോയതിന് ശേഷമായിരുന്നു ശശാങ്ക് സിംഗിന്റെ ആ ഒരു ഭീകരമായ നോക്ക് വന്നത്. പക്ഷേ ജോഷ് ഹേസൽവുഡ് അവസാനത്തെ ഓവറിലാണ് മാത്രമാണ് റൺ വിട്ടുകൊടുത്തത്. പക്ഷെ അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ജോഷ് ഹേസൽവുഡ് ആവട്ടെ അല്ലെങ്കിൽ കൃണാൽ പാണ്ഡ്യ ആവട്ടെ, ഇപ്പം 2 ഓവർ നൽകി 19 റൺസ് കൊടുത്ത സുയേഷ് ശർമ്മ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നു. പക്ഷേ എന്നാൽ പോലും മൊത്തത്തിൽ പഞ്ചാബിന്റെ ഒരു ഓവർ കോൺഫിഡൻസ്, ബാറ്റിംഗിൽ പ്രത്യേകിച്ച് 190 എന്ന് പറയുന്നത് ഒരു ഭീകരമായ ടോട്ടൽ അല്ല എന്നുള്ള ഓവർ കോൺഫിഡൻസ് തുടക്കം തൊട്ട് തന്നെ ഉണ്ടായിരുന്നു. ഓവർ ഡിഫൻസീവായിട്ട് കളിക്കാൻ നോക്കി, ഭയങ്കരമായ ഒരുപാട് ടാക്ടിക്സ് ശ്രമിച്ച് അതെല്ലാം ഗ്രൗണ്ടിൽ പാളിപ്പോകുന്നൊരവസ്ഥ തന്നെയാണ് പഞ്ചാബിന് വിനയായി മാറിയത് എന്നത് ഒരു ഘട്ടത്തിൽ പോലും നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്നത് അത് തന്നെയാണ്. ഓവർ കോൺഫിഡൻസ് അത് തന്നെയാണ് പഞ്ചാബിനെ ഈ തോൽവിയിലേക്ക് നയിച്ചത് എന്ന് പറയേണ്ടി വരും. ഒരു ഘട്ടത്തിൽ ഒരു 15 ഓവറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മത്സരം പൂർണ്ണമായും കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം നമ്മൾ കണ്ടു നോക്കിയാൽ നമ്മൾ വൈകാരികമായ നിമിഷമായിരുന്നു എന്തോ. കാരണം ആ പന്ത് അവസാനം 2 പന്ത് ബാക്കി നിൽക്കുമ്പോഴേക്കും കോഹ്ലി കരഞ്ഞു തുടങ്ങി, കോഹ്ലിയുടെ മൂക്കൊക്കെ ചുവക്കാൻ തുടങ്ങി. ക്യാമറയൊക്കെ കോഹ്ലി അത്രമേൽ ഫോക്കസ് ചെയ്യുമ്പോൾ പോലും കോഹ്ലി ഇനി എന്താണ് കോഹ്ലിക്ക് നേടാനുള്ളത്? കോഹ്ലി ഇപ്പോൾ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അത് കാരണം ആകെ ബാക്കിയുണ്ടായിരുന്നത് ആ ഒരു IPL ട്രോഫി. 18 വർഷമായിട്ട് ഒരേ ഒരു ഫ്രാഞ്ചൈസിൽ കളിക്കുക, ആ ഫ്രാഞ്ചൈസിന് വേണ്ടി അവസാനം ആ കപ്പ് നേടിക്കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് മാത്രമേ ഉള്ളൂ ഇനി കോഹ്ലിക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. അതും നേടിക്കഴിഞ്ഞു ഈ മഹാതാരം. ഈ ടെസ്റ്റിൽ നിന്നും വിരമിച്ചതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഈ IPL കിരീടവും കൂടി ആകുമ്പോഴേക്കും കോഹ്ലി എന്ന ക്രിക്കറ്റർ ഒരുമാതിരി ഒരു നമ്മൾ എന്താ പറയുക, ഒരു ഫുൾ സർക്കിൾ കവർ ചെയ്തതുപോലെ ഇപ്പോൾ തീർന്നത് ഈ RCB ഈ നേടിയെടുക്കുന്ന ഈ ട്രോഫിയിൽ കൂടിയാണ് എന്നതും കൂടി പറയേണ്ടി വരും. അതൊരു ഘട്ടത്തിൽ പറയണം. കാരണം മാത്രമല്ല ABD വില്ലിയേഴ്സ് മുകളിൽ നിന്ന് താഴെ ഇറങ്ങിയത്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ IPL ഫൈനലിൽ എന്തായിരിക്കും RCB ആദ്യം ജയിച്ചാൽ ചെയ്യാൻ പോകുക എന്ന് ABD വില്ലിയേഴ്സിനോട് ചോദിച്ചപ്പോൾ ABD പറഞ്ഞത് ഞാൻ ആദ്യം പോയി വിരാട് കോഹ്ലിയെ കെട്ടിപ്പിടിക്കും എന്നുള്ളതാണ്. കാരണം RCB എന്ന ഫ്രാഞ്ചൈസിന് ഏറ്റവും
കൂടുതൽ തോളിലേറ്റി നടന്ന 3 പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ ക്രിസ്റ്റഫർ ഹെൻറി ഗെയിൽ, ABD വില്ലിയേഴ്സ്, വിരാട് കോഹ്ലി, ഈ 3 പേരും ആ ഒരു ട്രയോ ഉണ്ടായിരുന്നു. അവിടെ ABDനെ അവസാനം ആ വിക്കറ്റ് എനിക്ക് തോന്നുന്നു അവസാനത്തെ വിക്കറ്റ് ഒമർ സായുടെ വിക്കറ്റും കൂടെ പോയതിനു ശേഷം വിരാട് കോഹ്ലി ABD will be mighty thrilled simply because he's been there right through the wait. This is the only franchise he's played for, and you can see the teammates, they're all jumping on top of him, but they deserve it. They've had a real consistent season. They've looked a side that meant business from the outset. There'll be tears in his eyes. It's been a long wait. Support staff, they've been there for a long time. You can see Andy Flower, Dinesh Karthik. It's all time to celebrate. IPL കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഉയർത്തിയ നിമിഷങ്ങളാണ്. റോയൽ ചലഞ്ചേഴ്സിന്റെ ആരാധകർ ആഘോഷം അത് നടത്തുകയാണ്. ബംഗളൂരുവിലാവട്ടെ ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരുള്ള ഫ്രാഞ്ചൈസിയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ജയം അത് ഗംഭീരമായി. പക്ഷേ ശ്രേയസ് അയ്യർക്ക് മറ്റൊരു ഫൈനൽ കളിക്കാൻ സാധിച്ചു ക്യാപ്റ്റൻ എന്ന നിലയിൽ. പക്ഷേ കിരീടം അത് അന്യമായി നിന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻ ക്യാപ്റ്റന് പക്ഷേ ഇക്കുറി പഞ്ചാബിനെ ചാമ്പ്യൻഷിപ്പിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. നേരത്തെ ഹരി സൂചിപ്പിച്ചതുപോലെ ഈ പഞ്ചാബ് ബാറ്റർമാരുടെ ഒരു കോൺഫിഡൻസ് ലെവലിലെ ഒരു വ്യതിയാനമാണ് ഈ കളി ഇത്രത്തോളം അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന് തോന്നുന്നു. കാരണം അത്രമാത്രം ഫോമിലാണ് ടൂർണമെന്റിൽ ഉടനീളം പഞ്ചാബ് കളിച്ചത്. പക്ഷേ ഫൈനലിൽ ചേസിംഗ് വീരന്മാരെന്ന് പേര് കേട്ട പഞ്ചാബിന് പക്ഷേ ആ യഥാർത്ഥ പോരാട്ടത്തിൽ കലാശ പോരാട്ടത്തിൽ ചേസിംഗിൽ മികവ് കാട്ടാൻ കഴിഞ്ഞില്ല. തൊട്ടരികെ 6 റൺസ് അരികെ അവർ എത്തി. പക്ഷേ 6 റൺസ് അകലെ അവർക്ക് കിരീടം നഷ്ടമാവുകയും ചെയ്തു. ഹരി, ഈ RCBയുടെ ഇന്നിങ്സ് എടുത്താൽ വിരാട് കോഹ്ലി തന്നെ ടോപ്പ് സ്കോററായി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 43 റൺസ്. മറുവശത്ത് പഞ്ചാബിനെ നോക്കുകയാണെങ്കിൽ അവിടെ 61 റൺസുമായി ശശാങ്ക് സിംഗ് ഒരു സ്ഥലത്ത് ഒരു 2 ബോൾ കൂടി അദ്ദേഹത്തിന് കിട്ടിയിരുന്നെങ്കിൽ ഇതിന്റെ ഫലം മറ്റൊന്നാകുമായിരുന്നു എന്ന് സംശയം പറയാം. അത്രമാത്രം കോൺഫിഡന്റ് ആയിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് എത്തിപ്പിടിക്കാൻ കഴിയുന്നതിനും അപ്പുറമായി പോയി അവസാനത്തെ ഓവറിലെ ടാർഗറ്റ് ഒക്കെ. അത് ശരിയാണ്. പക്ഷേ നമ്മൾ പറയേണ്ടത് ശശാങ്ക് സിംഗിന്റെ അവസാന ഓവറിൽ ആ ജോഷ് ഹേസൽവുഡിലെ ഓവറിലൊക്കെയാണ് ശശാങ്ക് സിംഗിന് ബൗണ്ടറികൾ നേടിയെടുക്കാൻ സാധിച്ചത്. പക്ഷേ തുടക്കത്തിൽ നിഹാൽ വധേരയും ശശാങ്ക് സിംഗും വളരെ കഷ്ടപ്പെട്ടാണ് ക്രീസിൽ നിന്നത്. അത് നിസ്സംശയം പറയാം. നമ്മൾ RCBയുടെ ബാറ്റിംഗിൽ പറയുമ്പോൾ തീർച്ചയായും വിരാട് കോഹ്ലി തന്നെയാണ് ടോപ്പ് സ്കോറർ. പക്ഷേ 35 പന്തുകൾ എടുത്തു കോഹ്ലിക്ക് 43 റൺസ് എടുക്കാനുള്ള വസ്തുതയാണ്. പക്ഷേ മറുപടി ബാറ്റിംഗിൽ നമ്മൾ പഞ്ചാബിന്റെ ഓവർ കോൺഫിഡൻസിന്റെ കാര്യം പറയുമ്പോൾ പോലും ഏറ്റവും ഓപ്പണർമാരായ പ്രിയൻ ഷാരിയും പ്രഭ്സിമ്രൻ സിംഗും ഇവർ രണ്ടുപേരും കൂടി യൂസ് ചെയ്ത പന്ത് 41 പന്തുകളാണ്. ഇവർ രണ്ടുപേരും കൂടി ചേർത്തത് 52 റൺസ് മാത്രമാണ്. അതായത് 41 പന്തുകളിൽ നിന്ന് 52 റൺസ് മാത്രമാണ് 190 റൺസ് ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഓപ്പണർമാർ യൂസ് ചെയ്തത്. അത് തന്നെയാണ് ഈ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക സ്റ്റേജായി മാറിയെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. 190 ചേസ് ചെയ്യുമ്പോൾ ഓപ്പണർമാർ 41 പന്തുകളിൽ നിന്നും 52 റൺസ് മാത്രം നേടിയെടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാൻ പറ്റും എങ്ങനെയാണ് പവർ പ്ലേ പോയിരുന്നത്. അതോടൊപ്പം തന്നെ തുടർന്നുള്ള ഓവറുകളിൽ എങ്ങനെയാണ് ഓപ്പണർമാർ കൊടുത്ത ആ ഒരു സ്പേസ് ഇല്ലായ്മ അത് പിന്നീട് മിഡിൽ ബാറ്റർമാർ പ്രത്യേകിച്ച് ജോഷ് ഇംഗ്ലീഷ് മാത്രമാണ് ഭേദപ്പെട്ട നിലയിൽ കുറച്ച് ബൗണ്ടറി കണ്ടെത്താൻ സാധിച്ചത്. വന്ന പാടെ തന്നെ ശ്രേയസ് അയ്യർ പോയി. നിഹാൽ വധേര 18 പന്തുകൾ എടുത്തുകൊണ്ടാണ് തന്റെ 15 റണ്ണുകൾ പൂർത്തിയാക്കിയത്. സ്ട്രൈക്ക് റേറ്റ് പോലും 83 മാത്രമേ ഉള്ളൂ. 190 ചേസിലാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഒരു ഓവർ കോൺഫിഡൻസ് പ്രത്യേകിച്ച് ആ ഓപ്പണർമാർ പുലർത്തിയത് കൊണ്ട് തന്നെ പിന്നീടുള്ള ബാറ്റർമാർ നേടിയെടുത്തോളും അല്ലെങ്കിൽ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ മേലുള്ള ഓവർ വിശ്വാസം ഇതെല്ലാം തന്നെ ഒരു തിരിച്ചടിയായി പഞ്ചാബിന് മാറിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഇമോഷന്റെ വേദിയും കൂടിയാണ് എഴുതോ. നമ്മൾ സ്റ്റാറ്റ്സിലെയും കണക്കുകളൊക്കെ പറയുമ്പോൾ പോലും ആ വിരാട് കോഹ്ലി എന്ന മനുഷ്യന്റെ മുഖത്ത് വിടുന്ന പുഞ്ചിരി മത്സരത്തിന് ശേഷം ഗ്രൗണ്ടിലേക്ക് നിലത്ത് വീണ് എല്ലാ താരങ്ങളും വിരാട് കോഹ്ലിക്ക് മേൽ ചുറ്റും കൂടി നിന്ന് ഇതാ ഞങ്ങൾ നേടിത്തന്നു തനിക്ക് വേണ്ടി താങ്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് എല്ലാവരും കെട്ടിപ്പിടിച്ച് ഫിൽ സോൾട്ട് ഉൾപ്പെടെ അല്ലെങ്കിൽ ഫിൽ സോൾട്ട് അതിൻ്റെ ഓപ്പണിംഗ് പാർട്ണർ ആ സോൾട്ടിനെ കെട്ടിപ്പിടിച്ച് കരയുന്നതായിട്ടെ അല്ലെങ്കിൽ ABD വില്ലിയേഴ്സിനെ പോയി കെട്ടിപ്പിടിച്ച് കരയുന്നതായിക്കോട്ടെ. ഈ 2008 മുതൽ ഇതേ ഫ്രാഞ്ചൈസിന് വേണ്ടി മാത്രം കളിച്ച ആ താരം ഓരോ താരങ്ങളും ഓരോ സപ്പോർട്ട് സ്റ്റാഫ് ദിനേശ് കാർത്തിക് ഉൾപ്പെടെയുള്ളവർ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ കമന്ററി ബോക്സിൽ നിന്നും ABD താഴെ ഇറങ്ങി വരുമ്പോഴോ അല്ലെങ്കിൽ ആ ഗ്രൗണ്ടിൽ തന്നെ നമ്മൾ ഇന്നത്തെ ഗാലറിയിൽ തന്നെ എടുത്തു അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ തന്നെ നോക്കിയാൽ 90% പേരും RCB ആരാധകരായിരുന്നു. അപ്പോൾ RCBക്ക് ആ വിരാട് കോഹ്ലിക്ക് ആ ഒരു കപ്പ് നേടിക്കൊടുക്കുക എന്നുള്ളൊരു അത്രമാത്രം ആഗ്രഹം ആരാധകർക്ക് മേൽ അത്രയും ഈ ലോയൽ ഫാൻസ് എന്നൊക്കെ നമ്മൾ ഈ RCB ആരാധകരെ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ സാല കപ്പ് നമ്മുടെ ഓരോ കൊല്ലവും വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്ന RCB ആരാധകർക്ക് അതിനൊരു അന്ത്യം വെക്കാം. ഈ സാല കപ്പ് നമ്മുടെ തന്നെയാണെന്ന് പറയുന്ന പോലെ RCB ആരാധകർ
ആരാധകർക്ക് ഒടുവിൽ ആ നിമിഷം വന്നെത്തി എന്നുള്ളതാണ്. കോഹ്ലി അത്രമേൽ ഇമോഷണൽ ആണ് വിരാട് കോഹ്ലി. നമ്മൾ ആ T20 ലോകകപ്പിന് ICC T20 ലോകകപ്പിന് ശേഷം വിരാട് കോഹ്ലിയെ ഇത്രയും ഇമോഷണൽ ആയിട്ട് കാണുന്നത് പോലും അതുകൊണ്ടാണ്. തൻ്റെ ബ്ലഡ് ആൻഡ് സ്വെറ്റ് ഒക്കെ കൊടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ ചോരയും നീരും ഈ ഫ്രാഞ്ചൈസിന് വേണ്ടി കൊടുത്തതാണ്.